ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ആഡംബര കാർ വിപണിയിൽ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കമായി. കരാറിന്റെ ഭാഗമായി UK നിന്നും ഇറക്കുമതി ചെയ്യുന്ന ജാഗ്വർ ലാൻഡ് റോവർ കാർ മോഡലുകൾക്ക് 75 ലക്ഷം രൂപയുടെ വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയും UK-യും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി UK-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രീമിയം വാഹനങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഗണ്യമായി കുറയുന്നതോടെ ജാഗ്വാർ ലാൻഡ് റോവർ മോഡലുകൾക്ക് ലക്ഷങ്ങളുടെ വിലക്കുറവാണ് ലഭിച്ചിരിക്കുന്നത്. 2025 ജൂലൈ 24 പുറപ്പെടുവിച്ച ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം 3000 cc മുകളിലുള്ള പെട്രോൾ വാഹനങ്ങൾക്കും 2500 cc മുകളിലുള്ള ഡീസൽ വാഹനങ്ങൾക്കും ഇറക്കുമതി തീരുവ 110% നിന്ന് ആദ്യ വർഷം 30% കുറയും. പിന്നീട് 5ാം വർഷത്തോടെ ഇത് 10% താഴും. ഇതിന്റെ ഭാഗമായി സെലിബ്രിറ്റികളുടെയും വ്യവസായ പ്രമുഖരുടെയും പ്രിയ മോഡലായ റേഞ്ച് റോവർ SV-യുടെ വില 4.25 കോടി രൂപയിൽ നിന്ന് 3.50 കോടി രൂപയായി കുറഞ്ഞു. ഏകദേശം 75 ലക്ഷം രൂപയുടെ വെട്ടിക്കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം റേഞ്ച് റോവർ സ്പോർട്ട് മോഡലിന്റെ വില 2.75 കോടി രൂപയിൽ നിന്ന് 2.35 കോടി രൂപയായി കുറഞ്ഞു. എന്നാൽ ഈ ആനുകൂല്യം ആദ്യ വർഷം 20,000 വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ബാധകമാകുക. കൂടാതെ ഇത് ജാഗ്വാർ ലാൻഡ് റോവറിന് മാത്രം ലഭിക്കുന്നതല്ല. ബെന്റ്ലി, റോൾസ് റോയ്സ്, ആസ്റ്റർ മാർട്ടിൻ, മക്ലാരൻ തുടങ്ങിയ ബ്രിട്ടീഷ് ആഡംബര വാഹന നിർമ്മാതാക്കൾക്കും ഈ തീരുവ ഇളവ് ബാധകമാകും. അതേസമയം ഇന്ത്യയിലെ പൂനെ പ്ലാന്റിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന റേഞ്ച് റോവർ സ്പോർട്സ്, ഇവോക്ക്, വെല്ലാർ, ഡിസ്കവറി സ്പോർട്ട് തുടങ്ങിയ മോഡലുകൾക്ക് ഈ കരാറിന്റെ ആനുകൂല്യം ലഭിക്കില്ല. UK-യിൽ നിർമ്മിച്ച നേരിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്കാണ് വിലക്കുറവ് ബാധകമാകുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഈ വർഷം സെപ്റ്റംബറിൽ പുറത്തിറങ്ങാനിരിക്കുന്ന iPhone 18 Proയിൽ വൻ മാറ്റങ്ങൾ. ചെറുതാകുന്ന ഡൈനാമിക് ഐലൻഡും ശക്തമായ A20 Pro ചിപ്പും വമ്പൻ ബാറ്ററി എന്നിവയുമായി പുതിയ ഐഫോണുകൾ എത്തുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിലെ ഐഫോണുകളിൽ കാണുന്ന ഡൈനാമിക് ഐലൻഡ് ഭാഗം കൂടുതൽ ചെറുതാകാനാണ് സാധ്യത. അണ്ടർ ഡിസ്പ്ലേ ഫേസ് ID സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലൂടെ ഈ മാറ്റം സാധ്യമാകുമെന്നാണ് സൂചന. ഭാവിയിലെ ഐഫോണുകൾക്ക് പുതിയ രൂപകൽപ്പന ലഭിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇത് കൂടുതൽ ശക്തി നൽകുന്നുണ്ട്. ഹാർഡ്വെയർ വിഭാഗത്തിൽ iPhone 18 Pro സീരീസിന് ആപ്പിളിന്റെ പുതിയ A20 Pro ചിപ്പ് കരുത്താകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. TSMC-യുടെ അത്യാധുനിക 2nm സാങ്കേതികവിദ്യയിൽ നിർമ്മിക്കുന്ന പ്രൊസസ്സറായിരിക്കും ഇത്. CPU, GPU, ന്യൂറൽ എഞ്ചിൻ, RAM എന്നിവ സംയോജിപ്പിക്കുന്ന പുതിയ ഡിസൈൻ ആപ്പിൾ പരീക്ഷിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിലൂടെ കൂടുതൽ വേഗത, കുറഞ്ഞ വൈദ്യുതി ഉപയോഗം, മെച്ചപ്പെട്ട ഹീറ്റ് മാനേജ്മെന്റ് എന്നിവ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ക്യാമറ സംവിധാനത്തിലും വമ്പൻ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച ചിത്രങ്ങൾ പകർത്താൻ സഹായിക്കുന്ന വേരിയബിൾ അപർച്ചർ സാങ്കേതികവിദ്യയും 3 ലെയർ സ്റ്റാക്ക്ഡ് സെൻസർ സംവിധാനവും പുതിയ മോഡലുകളിൽ ഉൾപ്പെടുത്തും. ഇതിലൂടെ കൂടുതൽ ഡൈനാമിക് റേഞ്ച് കുറവും ഇമേജ് നോയ്സും ലഭിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബാറ്ററി വിഭാഗത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം iPhone 18 Pro Max മോഡലിൽ 5100 mAh ശേഷിയുള്ള വലിയ ബാറ്ററി ഉൾപ്പെടുത്താൻ ആപ്പിൾ പദ്ധതിയിടുന്നുണ്ട്. ഇതോടെ ഫോണിന്റെ കനം കൂടാനും ഭാരം 240 ഗ്രാമിന് മുകളിലാകാനും സാധ്യതയുണ്ട്. എന്നാൽ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് ഇത് വലിയ നേട്ടമായേക്കും. അതേസമയം സ്ക്രീൻ വലുപ്പത്തിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പ്രോ മോഡലിൽ 6.3 ഇഞ്ച് ഡിസ്പ്ലേയും പ്രോ മാക്സിൽ 6.9 ഇഞ്ച് ഡിസ്പ്ലേയും തുടരുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായി ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. വാട്സാപ്പിലെ നിരവധി സുരക്ഷാ പിഴവുകൾ ഹാക്കർമാർക്ക് ഉപയോക്താക്കളുടെ ഡിവൈസുകളിൽ നുഴഞ്ഞുകയറാൻ വഴിയൊരുക്കുമെന്ന് CERT-IN ജാഗ്രതാ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. വാട്സാപ്പിൽ ഒന്നിലേറെ സുരക്ഷാ പിഴവുകൾ കണ്ടെത്തിയതായും ഇതിലൂടെ ഹാക്കർമാർക്ക് ഉപയോക്താക്കളുടെ ഡിവൈസുകളിൽ നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അഥവാ CERT-IN ജാഗ്രതാ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. iOS, Android, Windows പ്ലാറ്റ്ഫോമുകളിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ് ഈ സൈബർ ഭീഷണിയുടെ പരിധിയിൽപ്പെടുന്നത്. പ്രത്യേകമായി തയ്യാറാക്കിയ അറ്റാച്ച്മെന്റുകളും ഫയലുകളും അയച്ചുകൊണ്ട് ഹാക്കർമാർക്ക് ഈ സുരക്ഷാ പിഴവുകൾ മുതലെടുക്കാനാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അറ്റാച്ച്മെന്റ് ഫയലുകളുടെ നാമങ്ങൾ തെറ്റായി കൈകാര്യം ചെയ്യുന്നതും മെസ്സേജുകൾ പൂർണ്ണമായി വാലിഡേറ്റ് ചെയ്യാത്തതുമാണ് പ്രശ്നത്തിന് പ്രധാന കാരണം. ഇതുവഴി ഉപഭോക്താവിന് തിരിച്ചറിയാനാത്ത രീതിയിൽ ഹാക്കർമാർക്ക് ആപ്പ് പ്രോസസ്സുകളിലേക്ക് കടന്നുകയറാനും അനിയന്ത്രിതമായ കോഡുകൾ പ്രവർത്തിപ്പിക്കാനും സാധിക്കും. ചില സാഹചര്യങ്ങളിൽ ഡിവൈസുകളിലേക്ക് അനധികൃത ആക്സസ് നേടാനും സുരക്ഷാ പരിരക്ഷകൾ മറികടക്കാൻ സാധ്യതയുണ്ടെന്ന് CERT-IN മുന്നറിയിപ്പിൽ പറയുന്നു.
ഈ അപകട സാധ്യത ഒഴിവാക്കാൻ ഉപയോക്താക്കൾ വാട്സാപ്പിന്റെ ഏറ്റവും പുതിയ വെർഷൻ ഉപയോഗിക്കണമെന്ന് സെർട്ടിൻ നിർദ്ദേശിച്ചു. സ്ഥിരമായ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ സുരക്ഷാ പാച്ചുകൾ ലഭിക്കുകയും സൈബർ ആക്രമണ സാധ്യത ഗണ്യമായി കുറയുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.